Hello dear students, welcome to a new online class. We are discussing plus 2 business studies and today we are starting our 9th chapter financial management. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് 2 ബിസിനസ് സ്റ്റഡീസ് ആണ്. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് 9ാമത്തെ പാഠമാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ആൻഡ് വി ആർ ഡിസ്കസിങ് ഓൺലി ദ ഫോക്കസ് ഏരിയ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷത്തേക്കുള്ള ഫോക്കസ് ഏരിയ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ്. ഇത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ്. വി ആർ ഇൻ ദ first session of our 9th chapter financial management, and in today's session we will discuss finance function. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. In today's session we will discuss a topic, meaning of financial management and also finance function. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെയാണ് ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റുകളെന്ന് മനസ്സിലാക്കുക. 9ാമത്തെ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, ദാറ്റ് ഈസ് ഫൈനാൻസ് ഫങ്ഷൻസ്, അത് തന്നെയാണ്. നെക്സ്റ്റ് 2ാമത്തെ പോയിന്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. തേർഡ് വൺ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫോർത്ത് വൺ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ അവർ 9th ചാപ്റ്റർ. വി ആർ സ്റ്റാർട്ടിങ് അവർ 9th ചാപ്റ്റർ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. The name of our chapter is financial management. Before starting our session, before starting the class, you just evaluate the heading of our chapter, financial management. നമ്മൾ ഓൾറെഡി മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക, ഒരുപാട് റിസോഴ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ആൻഡ് ഹിയർ വി ആർ മാനേജിങ് ഫൈനാൻസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ മാനേജിങ് ഫൈനാൻസ്. നമ്മൾ ഒരു ബിസിനസ്, നമുക്കറിയാം ഫൈനാൻസ് റെഫേഴ്സ് ടു ദ ക്യാഷ് ഓർ ക്യാപിറ്റൽ നീഡഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ടു എക്സ്പാൻഡ് എ ബിസിനസ്, ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ളത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പണത്തെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് എന്ന്. ആൻഡ് ദ അവൈലബിൾ ഫൈനാൻസ് ഈസ് സ്കേഴ്സ് ഇൻ നാച്ചർ. നമ്മുടെ മുമ്പിലുള്ള പണം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആവശ്യത്തിലധികം പണം നമ്മുടെ കയ്യിലില്ല. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്പനി ടു മാനേജ് ദ അവൈലബിൾ ഫൈനാൻസ് ഇഫക്റ്റീവ്ലി. നമ്മുടെ കയ്യിലുള്ള പണം, നമുക്കിപ്പോൾ ഇനി കമ്പനിയിലേക്ക് ഒന്നും പോകണ്ട, നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ 10,000 രൂപ വേസ്റ്റ് ആയിട്ട് പോകും, വെറുതെ അനാവശ്യമായിട്ട് ചിലവഴിച്ച് പോകും. ഇതുപോലെ ഒരു കമ്പനിയുടെ ലഭ്യമായിട്ടുള്ള ക്യാപിറ്റലിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന്. ഫൈനാൻസ് റെഫേഴ്സ് ടു മണി ഓർ ക്യാഷ് ഓർ ഫണ്ട് അവൈലബിൾ ടു ക്യാരി ഔട്ട് ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിലുള്ള പണത്തെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് എന്ന്. ഇറ്റ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ ജീവരക്തം. ഫൈനാൻസ് ഇസ് നോൺ ആസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. എ ബിസിനസ് enterprise require fund at different stages to start a business, to operate and to expand it. ഒരു ബിസിനസ്സിന് എ ബിസിനസ്മാൻ നീഡ് ക്യാപിറ്റൽ ഓർ ഫണ്ട് ഓർ ഫൈനാൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. The first one is to start a business, finance is needed. To operate a business, finance is needed. To expand, to grow the business, finance is needed. ഒരു കച്ചവടക്കാരന് പണം, ഫൈനാൻസ് പല സമയങ്ങളിലും ആവശ്യമാണ്. ബിസിനസ് തുടങ്ങാൻ ആവശ്യമാണ്, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രവർത്തനത്തിന്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് ആവശ്യമാണ്. ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ചെറിയ ബിസിനസ്സിനെ വലിയ ബിസിനസ്സാക്കി മാറ്റണമെങ്കിലും എന്താവശ്യമാണ്? ഫൈനാൻസ് ആവശ്യമാണ്. Clear. Financial management deals with planning, organizing, directing and controlling financial activities like procurement and utilization of a fund and the distribution of earnings to owners. Financial management deals with planning, organizing, directing and controlling financial activities. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്, ഇത് എന്തൊക്കെ ഡീൽ ചെയ്യുന്നത്? ഡീൽസ് വിത്ത് പ്ലാനിങ്,
അറിയുന്ന കാര്യമാണ്. പ്ലാൻ ചെയ്യുക, ഓർഗനൈസിങ് മീൻസ് ഓർഗനൈസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഡയറക്റ്റിംഗ് നിർദ്ദേശങ്ങൾ, അതുമായി ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡയറക്റ്റിംഗ് ചെയ്യുക, കൺട്രോളിങ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ്. കൺട്രോളിംഗ് മെഷർമെൻറ്റ്, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഓർമ്മയില്ലേ? ക്ലാസ് കൃത്യമായിട്ട് കാണുക, അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ കൺട്രോളിങ് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ, ആക്ടിവിറ്റീസ് റിലേറ്റഡ് വിത്ത് ഫൈനാൻസ്, പണവുമായി ബന്ധപ്പെട്ട പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലൈക്ക് ഏതൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്? പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫൈനാൻസ്, നമുക്ക് 20 കോടി ആവശ്യമാണെങ്കിൽ 20 കോടി കണ്ടുപിടിക്കുക. കളക്ടിങ് ദ പ്രൊക്യൂർമെൻറ്റ് റെഫേഴ്സ് ടു കളക്ടിങ് ദ നെസസറി ഫൈനാൻസ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? 20 കോടി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ആ 20 കോടിയെ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ടു ഓണേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കറിയാം, നമ്മൾ കമ്പനി റിലേറ്റഡ് ഡിസ്കഷനാണ്. കമ്പനിയുടെ ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന് അവർ തന്ന പണത്തിന് ഒരു വരുമാനം കൊടുക്കണം. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന റിട്ടേണെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന്. അതാണ് ലാസ്റ്റ് സെൻറ്റൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ടു ഓണേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിങ്സ് ടു ഓണേഴ്സ്. അപ്പോൾ ബിസിനസ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കുക. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്രോച്ചുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫോക്കസ് ഏരിയക്കകത്ത് അത് വന്നിട്ടില്ല. ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ? ഫൈനാൻസ് ഫങ്ഷൻ ഓർ ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. എന്താണ്? ഫൈനാൻസ് ഫങ്ഷൻ ഓർ ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഈ ഫൈനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 1, 2, 3 ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ഡിസിഷൻസ്, 3 തീരുമാനങ്ങൾ. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫൈനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ചിത്രം വരണം. ഈ 3 കിളികളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. 3 തീരുമാനങ്ങൾ. ഫൈനാൻസ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനാൻസ് ഫങ്ഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിസിഷൻസ് ആണ്, 3 തീരുമാനങ്ങളാണ്. അത് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. നോക്കുക, 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഏരിയാസ് ഓഫ് എ ഫൈനാൻസ് മാനേജർ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ പറയാം. ഈ കാണുന്നത് ഫൈനാൻസ് മാനേജറാണ്. ഈ കാണുന്നത് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻസ് മാനേജറാണ്. എന്താണ് ഫൈനാൻസ് മാനേജറുടെ പേര്? ദ നെയിം ഓഫ് ദിസ് ഫൈനാൻസ് മാനേജർ ഈസ് മിസ്റ്റർ രാജു. രാജു ആണിത്. രാജു കമ്പനി MBA ഫൈനാൻസ് ആണ്. രാജു MBA ഫൈനാൻസ് ആണ്. ABC കമ്പനിയുടെ ഫൈനാൻസ് മാനേജറാണ് രാജു. അപ്പോൾ രാജു എന്ത് ചെയ്യണം? ബീങ് ദ ഫൈനാൻസ് മാനേജർ ഓഫ് ABC കമ്പനി, ഹി ഹാസ് ടു ടേക്ക് സെവറൽ ഡിസിഷൻസ്. ഒരുപാട് തീരുമാനങ്ങൾ ആരെടുക്കണം? രാജു എടുക്കണം. അങ്ങനെ രാജു ഒരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട തീരുമാനങ്ങളിൽ 3 തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 3 decisions of finance manager is very important. They are, ഈ സ്ക്രീനിൽ കാണാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. What are the 3 important decisions of finance manager? Investment decision, financing decision, dividend decision. The finance manager of a company has to take several decisions. From among the decisions, 3 decisions are very important, and the 3 decisions collectively known as the 3 decision areas of finance manager collectively known as finance function or financing decision. Financial decision ആണ് financial decision or finance function. അപ്പോൾ ഇത്രയുള്ള മക്കളെ, ഒരു കമ്പനിയിലെ ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് ഫങ്ഷൻ ഓർ ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണ്. ഫൈനാൻസിങ് ഡിസിഷൻ അല്ല, മനസ്സിലാക്കണം. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്. നോക്ക്, ഫൈനാൻസ്, ഇത് ഹെഡിങ് മനസ്സിലാക്കണം. ഫൈനാൻഷ്യൽ ഡിസിഷൻ, ഇവിടെ അതിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആണ് ഫൈനാൻസിങ് ഡിസിഷൻ. അപ്പോൾ നിങ്ങളിത് ഫൈനാൻസ് ഫങ്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ 2 ഡിഫറൻസ്. ക്ലിയർ? 3 important decision areas of a finance manager is known as finance function. 3 important decision areas of a finance manager is known as finance function. ഒരു കമ്പനിയിലെ ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട 3 പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ട മേഖലകളെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് ഫങ്ഷൻ എന്ന്. ദ ഫൈനാൻസ് ഫങ്ഷൻ റിലേറ്റ്
to three major decisions which every finance manager has to take. The finance function relates to three major decisions which every finance manager has to take. ഫൈനാൻസ് ഫംഗ്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരു കമ്പനിയിലെ ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഫൈനാൻസ് ഫംഗ്ഷൻ. ദേ ആർ, അത് ഏതൊക്കെയാണെന്ന് നോക്കോ. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഫൈനാൻസ് ഫംഗ്ഷനകത്ത് 3 പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഫൈനാൻസിങ് ഡിസിഷൻ, ആൻഡ് ദ തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. ബൈ ഹാർട്ട് ചെയ്തോ, പരീക്ഷയ്ക്ക് ചോദിക്കും എന്തായാലും. ഫൈനാൻസ് ഫംഗ്ഷൻ കൺസിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഈ 3 പോയിന്റും ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് ഏകദേശം ഒരു 40 മിനിറ്റ്സ് എങ്കിലും ഡ്യൂറേഷൻ ഉണ്ടാവും. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നു, ആ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ കാര്യമല്ല, കുറച്ച് കാര്യങ്ങൾ അധികം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കാണുക. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ആദ്യത്തത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മലയാളത്തിൽ? നിക്ഷേപം. ഇൻവെസ്റ്റിംഗ് ഫണ്ട്, ഇൻവെസ്റ്റിംഗ് മണി. നമുക്ക് എവിടെയാണ്, ഏതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? ഒന്ന് ആലോചിച്ചേ. വി ക്യാൻ ഇൻവെസ്റ്റ് ഫണ്ട് ഇൻ ഏതിലാ? യെസ്, അസെറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാം? അസറ്റുകളിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം ഏതൊക്കെ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മുടെ കയ്യിലുള്ള പണം ഏതൊക്കെ അസറ്റുകളിൽ, അത് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, മെഷീൻ, സ്റ്റോക്ക്, ഇതൊക്കെ അസറ്റുകളാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം, നമ്മുടെ കയ്യിൽ ഒരു 50 കോടി ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന്. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ്, ഓഫ് ഫണ്ട് ഇൻ അസെറ്റ്സ്. ക്ലിയർ? Investment decisions are decisions related to the selection of assets in which funds will be invested by a firm. Investment decisions are decisions related to the selection of assets in which funds will be invested by a firm. The investment decision relates to how the firm's funds are invested in different assets. Investment decision ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഫണ്ട്, ഹൗ ദ ഫേംസ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ്സ്, എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഫണ്ട് വിവിധ അസറ്റുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ജനറലി 2 types of investment decisions are to be taken by finance manager. സാധാരണഗതിയിൽ ഒരു കമ്പനിയിലെ ഫൈനാൻസ് മാനേജർ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കണം. ദേ ആർ ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് and short-term investment. Decisions relating to long-term investment and short-term investment. മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ല. ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഈ ചിത്രം ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നമ്മൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 50 ലക്ഷം രൂപ യൂസ് ചെയ്തുകൊണ്ട് അസറ്റ് വാങ്ങിക്കണം. അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് അസറ്റ് വേണം. ഫിക്സഡ് അസറ്റ്, അതായത് മെഷീൻ വേണം ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന. ഇതാ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ കണ്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ കുറച്ച് പൈസ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അസറ്റ് മാത്രം പോരാ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഗോതമ്പ്, മൈദ, പഞ്ചസാര അതൊക്കെ വേണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീറ്റ്, ഗോതമ്പിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അസറ്റ്, നമ്മുടെ കയ്യിൽ സാലറി കൊടുക്കാൻ പൈസ വേണം, വേജസ് കൊടുക്കാൻ പൈസ വേണം, സപ്ലൈസിന് പൈസ കൊടുക്കണം. അപ്പോൾ കുറച്ച് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 25 ലക്ഷം ഉണ്ടെങ്കിൽ 25 ലക്ഷം കൊണ്ട് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ബിസ്ക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, വർക്കേഴ്സ് വേണം, ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം, അതിനൊക്കെ കുറച്ച് പൈസ വേണം. അപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ബാക്കി കുറച്ച് പണം ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൈസയെ ഫിക്സഡ് അസറ്റിലും കറണ്ട് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന്. ഇനി നോക്കാം. 2 ടൈപ്പാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉള്ളത്. അതിൽ ആദ്യത്തത് ഫസ്റ്റ് വൺ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റോമലറ്റ് 1 ആണ്. അതിൻ്റെ 2 ടൈപ്പാണ് 1, 2.
ഫസ്റ്റ് വൺ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ആദ്യത്തത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്, രണ്ടാമത്തത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇപ്പം തന്നെ ഞാൻ പറയാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം എത്ര രൂപ എത്ര ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എത്ര പണം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പാടാണ്, ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യം ഇതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക, എന്നിട്ട് ആ നോട്ട്സ് മുമ്പിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കുക പ്രയാസമായിരിക്കും. ക്ലിയർ? അപ്പോൾ എന്താ ഞാനിപ്പോൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്, ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ഫൈനാൻസ് ഫംഗ്ഷൻ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ refers to investing fund decisions related with the investment of fund in assets. Generally, two types of assets are there, fixed asset and current asset. Decisions related with the investment can be classified into long-term investment decision and short-term investment decision. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അതൊക്കെ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ രണ്ട് ടൈപ്പാണുള്ളത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഈ ചിത്രം നോക്കിക്കോ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് അഗെയിൻ ഇൻ ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്. ബൈ ഹാർട്ട് ചെയ്യുക, പേര് ബൈ ഹാർട്ട് ചെയ്യുക. നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, പേര് തന്നെ ക്ലിയർ ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ തിരിച്ചിട്ടാവും നിങ്ങൾ. ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത്, ഇങ്ങോട്ട് പോവുക, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് ഇൻ ലോങ് ടേം അസറ്റ്സ്. ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് ഇൻ ലോങ് ടേം അസറ്റ്സ്. ലോങ് ടേം അസറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ്സ്. ക്ലിയർ? അപ്പൊ എന്താണ്? ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് ഇൻ ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിൽ പഠിച്ചതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമുക്ക് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന്. എക്സ്പെൻഡിച്ചർ, ധനവ്യയം, രണ്ട് ടൈപ്പാണുള്ളത് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, ഓർമ്മയില്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എന്നും അറിയപ്പെടാറുണ്ട്. ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് കൂടെ അറിയപ്പെടാറുണ്ട്. നോക്കാം മീനിങ്. ദ ഡിസിഷൻ ഓഫ് ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ് ഇൻ ദ ലോങ് ടേം അസറ്റ്സ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സെട്ര ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദ ഡിസിഷൻ ഓഫ് ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ് ഇൻ ദ ലോങ് ടേം അസറ്റ്സ്, ദ ഡിസിഷൻ ഓഫ് investing funds in the long term assets like a plant and machine. ലോങ് ടേം അസറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏതിലൊക്കെ? നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ്, നമുക്ക് ആവശ്യമുള്ള മെഷീൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, നമുക്ക് ആവശ്യമുള്ള സ്ഥലം, നമുക്ക് ആവശ്യമുള്ള ബിൽഡിംഗ് എക്സെട്ര ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ദീസ് ഡിസിഷൻസ് ഇൻവോൾവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ വളരെ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ചെയ്യുന്നു. കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ഇങ്ങനെ ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം, ഒരു ഫാക്ടറി ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ക്രോർസ് ഓഫ് റുപ്പീസ് ആവശ്യമാണ്. മെഷീന് ഭയങ്കര പൈസയുണ്ട് അല്ലേ? അപ്പോൾ ദീസ് ഡിസിഷൻസ് ഇൻവോൾവ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, affect the earning capacity and are irreversible. Affect the earning capacity and are irreversible. Affect the earning capacity. Earning capacity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ വരുമാനം, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നു. Earning capacity means the capacity of an organization to earn profit. Profit is earned by selling goods. Goods are produced with the help of machine, building, plant, etc. And decisions related with fixed asset determine the earning capacity. നമ്മുടെ കയ്യിലുള്ള മെഷീനും അതുപോലെ ബിൽഡിംഗ് ഒക്കെ, നല്ല ബിൽഡിങ്ങും നമുക്ക് ആവശ്യമുള്ള മെഷീനൊക്കെ ആണെങ്കിലേ നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ കമ്പനിയുടെ ലാഭക്ഷമതയെ, ലാഭമുണ്ടാക്കാനുള്ള കഴിവ് തീരുമാനിക്കുന്നത് ഈ തീരുമാനങ്ങളാണ്. ആൻഡ് ആർ ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, ABC കമ്പനി ഇവിടെ പിലിക്കോട് ചെറുവത്തൂരാണ് തുടങ്ങുന്നത്. ABC കമ്പനി. അപ്പോൾ നമ്മൾ മെഷീനൊക്കെ അങ്ങ് ഓർഡർ ചെയ്തു. എവിടെ നിന്ന്? ജപ്പാനിൽ നിന്ന് നല്ലൊരു മെഷീൻ ഓർഡർ ചെയ്തു. എത്ര കോടി എന്നറിയോ? 60 കോടി രൂപ. 60 കോടി രൂപ കൊടുത്തിട്ട് ജപ്പാനിൽ പോയിട്ട് മെഷീൻ, നല്ല ഹൈലി മോഡേൺ മെഷീനാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ കാസർഗോഡ് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത സമയത്താണ് മനസ്സിലായത് ഈ മെഷീൻ നമുക്ക് വേണ്ടുന്ന മെഷീനല്ല. അബദ്ധം പറ്റിപ്പോയി. നമുക്ക് ജപ്പാൻകാരനോട് വിളിച്ചു പറയാൻ വേണ്ടി പറ്റുമോ? ജപ്പാൻകാരാ, ഈ മെഷീൻ നമുക്ക് സ്യൂട്ടബിൾ അല്ല, ദയവ് ചെയ്തിട്ട് ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അവൻ്റെ വായിലിരിക്കുന്ന നല്ല തെറി നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ എന്താണ്? അതാണ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു തവണ തീരുമാനമെടുത്ത് ഇനി നമ്മൾ ബിൽഡിങ് കെട്ടി, ഫാക്ടറി ബിൽഡിങ് കെട്ടി, അത് നമുക്ക് പോരാൻ തോന്നി. അപ്പോൾ അത് അത് പൊളിച്ചു മാറ്റി പുതിയത് കെട്ടണമെങ്കിൽ അതിനും കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ ആണ്. നമ്മൾ ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നോട്ടടിക്കുക പ്രയാസമാണ്. അതാണ് ജസ്റ്റ് മനസ്സിലാക്കുക, ഇറിവേഴ്സിബിൾ ഇൻ നാച്ചർ. ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്, ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെഷീൻ, നമുക്ക് ആവശ്യമുള്ള ബിൽഡിംഗ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡിസിഷൻസിനെ വിളിക്കുന്ന പേരാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ. അപ്പോൾ ഈ കാണുന്നതാണ് കമ്പനിയുടെ ഫിക്സഡ്, വലിയ കമ്പനികളുടെയൊക്കെ ഇത് ഫാക്ടറി ബിൽഡിങ്, ഇത് പ്ലാന്റ്, ഇത് മെഷീൻ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ. ക്ലിയർ? നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ഫൈനാൻസ് ഫംഗ്ഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പോയിന്റും പഠിക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് കാണാം. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇൻ കേസ് എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. പരീക്ഷയ്ക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാലും സെയിം പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഓർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ്. അപ്പോൾ ആദ്യത്തേത്, അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതായത് ഇതാണ് ഈ കാണുന്ന ചിത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമുക്ക് ഏത് മെഷീൻ വേണം, ഏത് ബിൽഡിംഗ് വേണം, ഏത് പ്ലാന്റ് വേണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ കാണുന്നത്. ഒന്നാമത്തത് ക്യാഷ് ഫ്ലോ ഓഫ് ദ പ്രോജക്റ്റ്. The inflow and outflow of cash in the business should be considered before making capital budgeting decisions. The inflow and outflow of cash in the business should be considered before making capital budgeting decisions. അതായത് നമുക്കറിയാം, ഒരു പ്രോജക്റ്റാണ് ശരിക്കും. നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോജക്റ്റാണ്, ഇല്ല, ഒരു പദ്ധതിയാണ്. ബിസിനസ് ഉണ്ടാക്കുക ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ എന്താണ്, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. നമുക്ക് പണം അങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഇൻഫ്ലോ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ബോത്ത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് exist in a project, in a business unit. അപ്പോൾ before taking a decision regarding investment of fund in fixed asset, the cash inflow and cash outflow from the project should be considered. അതായത് ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇങ്ങോട്ടേക്ക് എത്ര പണം കിട്ടും, അങ്ങോട്ടേക്ക് എത്ര പണം പോകും എന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഒന്നാമത്തത്, ക്യാഷ് ഫ്ലോ ഓഫ് ദ പ്രോജക്റ്റ്. ബി, റേറ്റ് ഓഫ് റിട്ടേൺ. While selecting a project, the rate of return must be considered. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിൽ നിന്നുമുള്ള വരുമാനം,
എത്രയാണ് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് കൺസിഡർ ചെയ്യണം. ദ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ പ്രൊജക്ട് മസ്റ്റ് ബി കൺസിഡേർഡ്. നിർബന്ധമായിട്ടും ഒരു പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് എത്ര വരുമാനം കിട്ടും എന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ദ റേറ്റ് ഓഫ് റിട്ടേൺ മസ്റ്റ് ബി കൺസിഡേർഡ്. സി, ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്ഡ്. ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്ഡ്. എ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ആർ ടു ബി മെയ്ഡ് with respect to the amount of investment, interest rate, cash flow, rate of return, etc. while making investment decision. A number of calculations are to be made with respect to amount of investment. നമുക്ക് എത്ര പണമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്, ക്യാഷ് ഫ്ലോ എത്രയാണ്, ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാം റിലേറ്റഡിന് വേണ്ടിയിട്ട് 3 പോയിന്റുകൾ പറയുന്നു എന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യമാണ്, ഒന്നും മാറ്റിയിട്ടില്ല. 3 പോയിന്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എ, ക്യാഷ് ഫ്ലോ ഓഫ് ദ പ്രൊജക്ട്, ക്യാഷ് ഫ്ലോ മസ്റ്റ് ബി കൺസിഡേർഡ്. ബി, റേറ്റ് ഓഫ് റിട്ടേൺ, the rate of return should be considered. C, investment criteria involved. Criteria, the investment criteria is like amount of investment, rate of interest, cash inflow and outflow, rate of return, etc. must be considered while making investment decision. Clear ആയില്ലേ? ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ സെക്കൻഡ് എലമെന്റ് പഠിക്കാം. ഏതാ സെക്കൻഡ് എലമെന്റ്? ഏതാ? യെസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. It is also known as working capital decision. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? Working capital decisions. Decisions relating to investment of fund in current asset is known as short-term investment decision. Decisions relating to investment of fund in current asset. അതായത് നമ്മുടെ കയ്യിലുള്ള പണം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര പണമാണ് നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസറ്റ്സ് ഐദർ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഇൻ എനി അതർ ഫോം വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ദാറ്റ് ഈസ് 1 year. എക്സാമ്പിൾസ്: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഓർമ്മയില്ലേ? സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഓഫ് ഗൂഡ്സ്, ഇതൊക്കെ എക്സാമ്പിളുകളാണ്. അതായത് പണത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന രൂപത്തിലോ ഉള്ള അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ് എന്ന്. കറണ്ട് അസറ്റിന്റെ ക്യാഷ് ബെസ്റ്റ് എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്. ഈ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സാലറി കൊടുക്കേണ്ടത്, വേജസ് കൊടുക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ടത്, വാട്ടർ ബില്ല് അടക്കേണ്ടത്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ വർക്കിംഗ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് മീൻസ് അസറ്റ് നീഡഡ് ഫോർ ദ ഡേ ടു ഡേ ഫങ്ഷനിങ്. ഇറ്റ് ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ സെക്കൻഡ് എലമെന്റ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. Decision relating to investment of fund in current asset is known as short term investment decision or working capital decision. അപ്പം നമ്മുടെ കയ്യിൽ എത്ര പണം നമ്മൾ കറണ്ട് അസറ്റിൽ, അതായത് ഷോർട്ട് ടേം അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. മറ്റൊരു പേര് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ്. The capital needed for the day-to-day working is known as working capital. നേരത്തെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണത്തെ വിളിക്കുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണ്. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണത്തെ വിളിക്കുന്ന പേര് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എത്ര പണം കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന്. ദിസ് ഡിസിഷൻ അഫക്റ്റ് ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ബിസിനസ്. ഈ തീരുമാനം ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ: ലെവൽ ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻവെന്ററി, ദാറ്റ് ഈസ് സ്റ്റോക്ക്, എക്സെട്ര. ഒരു കമ്പനിയുടെ കയ്യിൽ ഒരു ദിവസം എത്ര പണം ഉണ്ടായിരിക്കണം, എത്ര സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, ഇതൊക്കെയാണ് എന്ത്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിലുള്ള പണം ലിക്വിഡ് ക്യാഷ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡ്. നമുക്ക് കുറച്ച് പൈസ എന്താണ് ഡേ ടു ഡേ വർക്കിങ്ങിന് ക്യാഷ് ആവശ്യമാണ്, ഇലക്ട്രിസിറ്റി ബില്ലിനൊക്കെ നമുക്ക് പൈസ ആവശ്യമാണ്. ഇത് അസറ്റാണ്, അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റാണ് ഈ ക്യാഷ് എന്ന് പറഞ്ഞത്. റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, ഡെപ്റ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, നമ്മൾ പണം കുറച്ച് സാധനമൊക്കെ കടം കൊടുക്കണം.
ക്രെഡിറ്റ് സെയിൽ നടത്തണം. അങ്ങനെ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന അസറ്റ് ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഡെപ്റ്റേഴ്സും ഒരു അസറ്റാണ്. അപ്പോൾ എത്ര പണം നമുക്ക്, എത്ര കടം കൊടുക്കാം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ കറണ്ട് അസറ്റിലുള്ള തീരുമാനങ്ങളെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ ഓർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞേ, ഫൈനാൻസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഇന്നത്തെ ക്ലാസ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈനാൻസ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അരമണിക്കൂർ ക്ലാസ് ആയി കഴിഞ്ഞു. ഞാൻ അതിലേക്ക് ഇപ്പം 3 പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ ക്ലാസ് വരും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലായിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഇന്ന് ഈ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഫൈനാൻസിങ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇവിടെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ ക്ലാസ് എന്താ ഇപ്പോൾ ഇന്ന് പഠിച്ചത് ഫൈനാൻസ് ഫംഗ്ഷൻ എന്നൊരു കാര്യമാണ്. ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട 3 തീരുമാനങ്ങളെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന്. 3 important decision areas of a finance manager is known as finance function, and the first one is investment decision, second one financing decision, and the third one dividend decision. In this session we discussed the first element, that is investment decision. Investment decision means decisions related with investment of fund, അതായത് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുള്ള മൂലധനത്തിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിക്ക് 2 ടൈപ്പ് ക്യാപിറ്റൽ ആവശ്യമാണ്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ നീഡഡ് ടു പർച്ചേസ് ഫിക്സഡ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ക്യാപിറ്റൽ നീഡഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിക്സഡ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കും. അപ്പോൾ എത്ര പണം ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഇനി സെക്കൻഡ് വൺ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് എത്ര രൂപ നമുക്ക് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് നമുക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കുക. അതാണ് സെക്കൻഡ് വൺ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഇതാണ് ഇന്ന് പറഞ്ഞ ക്ലാസിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.